ഞാനുണ്ട് കളിക്കാൻ. അതിങ്ങോട്ട് താ, ഞാൻ എറിയാം. കണ്ടോ എന്റെ ഉന്ന എങ്ങനെയുണ്ടെന്ന് നോക്ക്. ഇതൊക്കെ നീ നിന്റെ മാജിക്ക് വെച്ചാ ചെയ്യുന്നേ. അതൊന്നും ഇല്ലാതെ എറിഞ്ഞു കാണിക്ക്. അപ്പൊ നിന്റെ ഉന്ന നല്ലതാണോന്ന് പറയാം. അതിനെന്തോ, ഞാൻ മാജിക് ഇല്ലാതെ തന്നെ എറിയാലോ. നിന്റെ ശരീരത്തിലെല്ലാം മാജിക് ഉണ്ട്. നീ എങ്ങനെ എറിഞ്ഞാലും അത് കറക്റ്റ് സ്ഥലത്ത് പോയി എത്തത്തുള്ളൂ. ഞങ്ങളുടെ കൂടെ ഈ ഗെയിം കളിക്കണമെങ്കിൽ നീ ശരീരത്തിലുള്ള മാജിക് മൊത്തം എടുത്തു മാറ്റ്. അകടം പകടം ആലം ഫാലം ഇകടം തികടം ദം ദമാദം. എന്റെ ശരീരത്തിലുള്ള മാജിക് എല്ലാം പുറത്തേക്ക് വരട്ടെ. ഇനി എന്റെ ഊഴവ, ഞാനത് എറിഞ്ഞു കൊള്ളിക്കാം. ഇതിനെയാണോ നീ ഉന്നമെന്ന് പറയുന്നത്? ഇത്രയും മോശമായൊരു ഉന്നം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇങ്ങോട്ട് താ, ഞാൻ അറിയാന്നേ. ഇതിനെയാണ് ഉന്നോന്ന് പറയുന്നത്. വേറെ ഉണ്ടെങ്കിൽ താ. ഇതെങ്ങനെ സംഭവിച്ച്? എന്റെ ഉള്ളിലും മാന്ത്രിക ശക്തി വന്നതാണോ? ഐ കാന്റ് ബിലീവ് ഇറ്റ്. ഐസ്ക്രീംസ് ഇങ്ങോട്ട് വന്നേ. ഞാൻ മാന്ത്രികനായി. എന്റെ ഉള്ളിൽ മാന്ത്രിക ശക്തിയുണ്ട്. എന്നാ പിന്നെ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. ചുൾബൽ, ജിണ്ടുവിനെ കാല് മടക്കി തൊഴിക്ക്. രക്ഷിക്കേ. ഇവൻ അനുസരിച്ചോ? എനിക്കിനി എന്ത് ചെയ്യാൻ പറ്റും? എന്ത് വേണമെങ്കിലും ചെയ്യാം. ബൈ 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 ബൈ. ഇനി ഞാൻ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത് നിങ്ങളെല്ലാവരും കണ്ടോ? സ്കൂളിൽ പോവാൻ സമയമായി. ഞാൻ എന്താ സ്കൂളിലേക്ക് പോകട്ടെ. ജിൻഡു, അവന്റെ ശരീരത്തിൽ നിന്റെ ശക്തികൾ കേറി. വാ, അവന്റെ പുറകെ പോവാം. അവനെ തടഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ അവൻ എന്തൊക്കെ ചെയ്യുന്ന ആർക്കും അറിയില്ല. Mad Max is mad. Very, very mad. വീർ, നീ എന്റെ ലാബ് നശിപ്പിച്ചു കളഞ്ഞുവല്ലേ? അതിനു പകരമായി ഞാൻ നിന്നെ നശിപ്പിക്കും. ആ ഫുർസത് ഗഞ്ചം മുഴുവൻ നശിപ്പിക്കും. ബോസ്, ഈ കാര്യങ്ങൾ മുഴുവനും അങ്ങ് എങ്ങനെയാണ് ചെയ്യുക? ബോസ് കുറെ കാലമായില്ലേ ഇങ്ങനെ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട്? അത് ചെയ്യും ഇത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ്, പക്ഷേ അവസാനം ഒന്നും ചെയ്യാറില്ല. ഒന്നും മിണ്ടാതിരിക്കും മോന. നീയും ടിംബക്ടുവിനെ പോലെ സംസാരിക്കാൻ തുടങ്ങിയോ? നീയെങ്കിലും എന്റെ കൂടെ ഒന്ന് നിൽക്കൂ മോന. എന്നെ നശിപ്പിക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ വന്നവനാണിവൻ. You are right, boss. You are right. Meow. ബോസേ, വീറിന് ഇപ്പൊ ഈ സ്ഥലത്തെ പറ്റി വളരെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവൻ ഇവിടേക്ക് എപ്പോ വേണമെങ്കിലും വരാം. അതിനെന്താ, അവൻ വരട്ടെ. അവൻ വന്നാലും അവന് നമ്മളെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. കാരണം അതുപോലൊരു താവളം ഞാൻ ഈ ഭൂമിക്കടിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പുതിയ താവളം. നമ്മൾ ഇവിടെയാണുള്ളതെന്ന് വീറിന് ഊഹിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ അവൻ നമ്മളെ മറ്റു സ്ഥലങ്ങളിൽ അന്വേഷിക്കും. ആ സമയം നമ്മൾ ഇവിടെ ഇരുന്ന് അവനെ നശിപ്പിക്കുവാനുള്ള അവസരം കാത്തിരിക്കുന്നതാണ്. വേഗം വരൂ. ഇതിന്റെ പേരാണ് ലാഫിംഗ് റോബോട്ട്. ഒറ്റ കമാൻഡിൽ ഒരുപാട് ലേസർ റേസ് പുറത്തേക്ക് വിടും. വീറിന് റേസിൽ നിന്നും ഒരിക്കലും രക്ഷപ്പെടാനാവില്ല. ഇതിൽ മറ്റു പല ശക്തികളും ഉണ്ട്. ഉദാഹരണത്തിന് ഞാൻ ഇതിനോട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അത് മതി. ഇവൻ ആ വീറിന്റെ കഥ അപ്പോൾ തന്നെ തീർക്കും. ബോസ്, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ? ഇവൻ അറ്റാക്ക് ചെയ്ത് മറ്റുള്ളവരുടെ കഥ തീർക്കുമോന്ന് നമുക്കൊന്ന് നോക്കാം. എടാ റോബോട്ടെ, നീ എന്താടാ ഈ ചെയ്തതാ? ഈ സ്ഥലം നീ നശിപ്പിക്കോടാ ടിംബക്ടു. സ്റ്റോപ്പ്.
ടിംബക്ടോ, നിനക്ക് എപ്പോഴെങ്കിലും ബുദ്ധി ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യാൻ കഴിയോടാ? നീ ഇതിനെ ഫുർസത് ഗഞ്ചിലേക്ക് കൊണ്ടുപോ. അവിടെ കുറെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ വീർ തനിയെ അവിടേക്ക് വന്നോളും. ഇപ്പൊ പോടാ ടിംബക്ടോ. എന്റെ കൂട്ടുകാരാ, നശിപ്പിക്കാൻ തുടങ്ങിക്കോളൂ. അപ്പോ വീർ വരും. അന്നേരം തന്നെ നീ അവന്റെ കഥ കഴിച്ചേക്കണം. അറ്റാക്ക്! അയ്യോ, എന്റെ അല്ല അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞത്. ഇംലി, നിന്റെ കുട്ടിക്കാലത്തെ ഫോട്ടോ കാണാൻ നല്ല രസമുണ്ട്. ജിണ്ടു, നീ നിന്റെ കുട്ടിക്കാലത്തെ ആൽബം കൊണ്ടുവന്ന് കാണിക്ക്. ഞങ്ങൾ എല്ലാവരും ഒന്ന് കാണട്ടെ കുട്ടിക്കാലത്ത് നിന്നെ കാണാൻ എങ്ങനെയാ ഇരുന്നതെന്ന്. എന്റെ കയ്യിൽ അതിന് ആൽബങ്ങളൊന്നുമില്ല. പക്ഷേ വീർ, എന്റെ കുട്ടിക്കാലത്ത് ഞാൻ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങളെ എനിക്ക് കാണിക്കാൻ പറ്റും. കുഞ്ഞു ജിണ്ടുവിനെ കാണാൻ നല്ല രസമുണ്ട്. ഹായ്, ഹൗ ക്യൂട്ട്. ഹായ് ബേബി ജിണ്ടു, ഇങ്ങ് വാ. ഇവനിതെവിടെ പോയി? ജിണ്ടു, ജിണ്ടു. ഇവനെ കാണാതായ പിന്നെ കണ്ടുപിടിക്കാൻ വലിയ പാടാ. ജിണ്ടു! ജിണ്ടു, നിന്നെ കാണാൻ എങ്ങനെയായിരുന്നു ഞങ്ങൾ കണ്ടു. ഇനി പഴയതുപോലെയാവ്. ജിണ്ടു, വേഗം താഴെ താഴെ വീണ എന്തെങ്കിലും പറ്റും. ഇല്ലി, അവൻ ജിന്നാണ്. അവൻ ഒന്നും തന്നെ പറ്റില്ല. ജിണ്ടു, നീ വേഗം പഴയതുപോലെ ആവ്. ജെറ്റ് ഷൂസ് ഓൺ. ജെറ്റ് ഷൂസ് ഓൺ. എല്ലാം വട്ടത്തിൽ കിടന്ന് കറങ്ങുവാണല്ലോ. കറങ്ങുന്നു. ഫാൻ ഓഫ് ചെയ്യ്. നീ വീട്ടിലെ എല്ലാ സാധനവും നശിപ്പിച്ചു. മുത്തശ്ശ, ജിണ്ടു എവിടെ പോയി? അവനെ പ്ലെയിനിൽ കാണുന്നില്ലല്ലോ. ഈ അപ്രത്യക്ഷമാകുന്ന കാര്യത്തിൽ ജിണ്ടു അങ്ങനെയാണ് എക്സ്പേർട്ട് ആയെന്ന് എനിക്കറിയില്ല. ഞാൻ ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം. അവൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകും. അയ്യോ, പണി പാളിയല്ലോ. അവന്റെ വായിലത്തെ മാങ്ങയുണ്ട്. മാങ്ങ കണ്ടിട്ടാണോ നിങ്ങൾ പേടിക്കുന്നത്? മാങ്ങയല്ല, ഞങ്ങൾക്ക് മാങ്ങാണ്ടിയാണ് പേടി. വരൂ, നമുക്ക് അവനെ പോയി പിടിക്കാം. അപ്പൂപ്പ വീട്ടിൽ പോയിക്കോ. ഞങ്ങൾ ജിണ്ടുവിനെ പിടിച്ചോണ്ട് വന്നോളാം. സ്കേറ്റിങ്ങിനേക്കാളും നല്ലത് ഇങ്ങനെ പറക്കുന്നതാണ്. ജിണ്ടു, അവിടെ നിൽക്കേ.
വാക്കിങ്ങിനേക്കാളും നല്ല രസം എന്താണെന്ന് അറിയാമോ? ദേ വീറ് പോകുന്ന പോലെ പോയാ മതി. താങ്ക് യു മുത്തശ്ശാ.